ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഹൗ ആർ യു? ഇന്ന് നമ്മൾ SSLC സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ദ ഫ്രെയിംസിൽ വരുന്ന സത്യജിത് റേ എഴുതിയ ഒരു പ്രോസ് വർക്ക് ആയ പ്രൊജക്ട് ടൈഗർ ആണ് നോക്കുന്നത്. സത്യജിത് റേയുടെ വർക്ക് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന്. സോ അവർ ഗസ് ഇസ് റൈറ്റ്. If you are an ardent fan of movies, they must have certainly influenced you in formulating your decisions, thoughts, feelings, views, etc. നിങ്ങളൊരു സിനിമ ഫാനാണെങ്കിൽ തീർച്ചയായും അവ നിങ്ങളുടെ തീരുമാനങ്ങളെയും ചിന്തകളെയും ഫീലിങ്സിനെയും കാഴ്ചപ്പാടുകളെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാവും. Films are produced on genres such as action, suspense thriller, history, romance, mystery, biography, animations and so on. സിനിമകൾ പല ജാനേഴ്സിൽ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ചിലത് ആക്ഷൻ മൂവീസ് ആയിരിക്കും, ചിലത് സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററി, റൊമാൻസ്, മിസ്റ്ററി, ബയോഗ്രഫി, ആനിമേഷൻസ്, അങ്ങനെ. We should know how to watch movies from a critical perspective. എന്ന് വെച്ചാൽ ഒരു സിനിമ കാണുമ്പോൾ വിമർശനാത്മകമായ സമീപനത്തോടുകൂടി അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അതായത് ജസ്റ്റ് എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനെ നന്നായി വിലയിരുത്താനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഇനി നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൂവീസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം മാസത്തിൽ എത്ര സിനിമകൾ കാണാറുണ്ടെന്നും, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറി ടൈപ്പ് ഓഫ് മൂവീസ് ഏതാണെന്നും, അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 5 സിനിമകളുടെ പേരെഴുതാനും, പിന്നെ നിങ്ങളുടെ പാരൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഏതാണ്, നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴൊക്കെയാണ് സിനിമ കാണാറുള്ളത്, അതുപോലെ വീട്ടിലിരുന്നു കൊണ്ടും തിയേറ്ററിലിരുന്നു കൊണ്ടും സിനിമ കാണുമ്പോഴുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ ഏത് രീതിയിലുള്ള സിനിമകളാണ് നിങ്ങൾ സ്കൂളിലിരുന്ന് കണ്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഫേമസ് ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരുടെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചർ ചാർലി ചാപ്ലിനാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സെക്കൻഡ് പിക്ചർ ജാപ്പനീസ് ഡയറക്ടർ ആയിരുന്ന അക്കിര കുറോസാവയും, അടുത്ത പിക്ചർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അടൂർ ഗോപാലകൃഷ്ണനുമാണ്. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഈ QR കോഡ് നിങ്ങൾ ജസ്റ്റ് മൊബൈലിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് പിടിച്ചാൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അവരുടെ വീഡിയോസും എല്ലാം അതിൽ അവൈലബിൾ ആണ്. Let's now move to the article. Here is an article by Sathyajit Ray, one of the greatest filmmakers, on how he managed to shoot the scenes of a film which included a tiger. സത്യജിത് റേ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് അനുഭവമാണ് നമ്മളോട് ഈ ആർട്ടിക്കിളിൽ പങ്കുവെക്കുന്നത്. I'll read the lesson for you. Project Tiger. No one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ വെച്ച് സിനിമ എടുക്കുന്നതിൽ ഹോളിവുഡിനെ വെല്ലാൻ ആർക്കും കഴിയില്ല. I remember films in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട സിനിമകൾ ഞാൻ ഓർക്കുന്നു. അതിൽ ചില സിനിമകളിൽ ഒരു അൾസേഷ്യൻ ഡോഗ് റിൻ ടിൻ ടിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. This dog's acting was more impressive than a human's. ഈ ഡോഗിൻ്റെ ആക്ടിങ് ഒരു മനുഷ്യനേക്കാളും ഇംപ്രസീവ് ആയിരുന്നു, നന്നായിരുന്നു. Later we got to see 3 or 4 other films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just one film. പിന്നീട് 3-4 സിനിമകളിൽ ഞങ്ങൾ ലാസി എന്നു പേരുള്ള ഒരു കോളി ഡോഗിൻ്റെ പെർഫോമൻസും കണ്ടിരുന്നു. കോളി എന്ന് വെച്ചാൽ അൽസേഷ്യൻ പോലെ മറ്റൊരു ബ്രീഡാണ്. സംവിധായകന് ലാസിയെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ ട്രെയിൻ ഡോഗ്സ് എല്ലാം അക്കാലത്തെ ഫേമസ് സ്റ്റാർസ് ആയിരുന്നെന്നും അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിന് കിട്ടുന്നതിനേക്കാൾ ഒട്ടും കുറവായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഓണേഴ്സിന് ഒറ്റ സിനിമയിൽ നിന്ന് തന്നെ 100,000 രൂപ, അതായത് 1,00,000 രൂപ വരെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ മെയിനായിട്ട് പറയുന്നത് മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം എന്നാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ടോപ്പിക് സെൻറ്റൻസ് ആയിട്ട് ഈ പാരഗ്രാഫിന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിന് 2 എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നതാണ്, റിൻ ടിൻ ടിൻ അതുപോലെ ലസ്സി എന്ന ഡോഗ്സിൻ്റെ ഇൻസിഡൻസ്. Now look at paragraph 2. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney studio in Hollywood.
20 വർഷം മുൻപ് ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച് ഒരു ഷൂട്ടിംഗ് കാണാനിടയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര ഭവ്യതയോടു കൂടിയാണ് ഈ ആനിമൽ ആക്ടേഴ്സിനെയൊക്കെ അവർ ട്രീറ്റ് ചെയ്തിരുന്നത് എന്ന്. അതായത് വളരെ ബഹുമാനത്തോടെയാണ് ഈ ആനിമൽസിനോട് അവർ ബിഹേവ് ചെയ്തിരുന്നത്. The main character in this film was a large dog. ഒരു വലിയ ഡോഗ് ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. I reached the studio to find that the shooting had not yet started. ഞാൻ അവിടെ എത്തിയപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. The cameraman was getting the lights ready. It's customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. ക്യാമറാമാൻ ലൈറ്റ്സ് റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എല്ലാ ആക്ടേഴ്സും അവിടെ പ്രസൻ്റ് ആവുക എന്നുള്ളത് അവരുടെ ഒരു പതിവായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, എവിടെയാണ് അവരൊരു പെർട്ടിക്കുലർ ഷോട്ടിൽ നിൽക്കുന്നത്, ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. In the case of very famous stars, this job is done by their stand-ins. A stand-in is usually a person who is physically similar to the real star. The stars themselves arrive only when the lights are ready and it's time to take a shot. വളരെ ഫേമസ് ആയ സ്റ്റാർസിൻ്റെ കാര്യത്തിൽ ഈ സമയത്ത് വരുന്നത് അവരുടെ സ്റ്റാൻഡിൻസ് ആയിരിക്കും. ഒരു സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അദ്ദേഹത്തോട് സാമ്യം തോന്നുന്ന മറ്റാരെങ്കിലും ആയിരിക്കും. സ്റ്റാർസ് വരാറുള്ളത് ലൈറ്റൊക്കെ റെഡിയായ ശേഷം ഷോട്ട് എടുക്കേണ്ട സമയം ആവുമ്പോഴായിരുന്നു. Here in Disney Studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ കുറച്ച് ആക്ടേഴ്സൊക്കെ സെറ്റിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു. ഒരു ഭാഗത്ത് വളരെ ശാന്തനായിക്കൊണ്ട് കഥാനായകനായിട്ടുള്ള ആ വലിയ നായയെയും കണ്ടു. The cameraman shouted to everyone to take their positions, but the dog remained where it was. ക്യാമറാമാൻ എല്ലാവരോടും അവരവരുടെ പൊസിഷൻസിൽ പോയിട്ട് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ആ ഡോഗ് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. This puzzled me. Could it be that it was not required in the next shot? ഇത് കണ്ടപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി. ഡോഗ് അവിടെ തന്നെ നിന്നത് അടുത്ത ഷോട്ടിൽ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കുമോ? Before I could ask someone, a strange thing happened. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. Then, to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. ഡോഗ് അവിടെ തന്നെ നിൽക്കുന്ന കാര്യം ആരോടെങ്കിലും ചോദിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ വളരെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. എന്താണത്? എവിടെ നിന്നോ ഒരു കുള്ളനായ മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ പുറകിലായിക്കൊണ്ട് മറ്റൊരാൾ ഒരു ഡോഗ് സ്കിന്നുമായിട്ടും വന്നു. എന്നെ വളരെയധികം അതിശയിപ്പിച്ചുകൊണ്ട് ആ കുള്ളനായ മനുഷ്യൻ ഒരു ചോക്ക് മാർക്ക് നിലത്ത് വരച്ചിരുന്നതിൻ്റെ മുകളിലേക്ക് 4 കാലിൽ പോയിട്ട് നിന്നു. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ, ഒരു മൃഗത്തെ പോലെയാണ് ആ കുള്ളനായ മനുഷ്യൻ നിന്നത്. എന്നിട്ട് ആ ഡോഗ് സ്കിൻ അയാളുടെ കൂടെ വന്ന ആ മനുഷ്യൻ അയാളുടെ മുകളിലേക്ക് ഇട്ടുകൊടുത്തു. Then he crawled from one mark to another and the cameraman got busy with the lights. It finally dawned upon me that this dwarf was paid to be the dog's stand-in. ആ കുള്ളനായ മനുഷ്യൻ ആ നായത്തോലും ഇട്ടുകൊണ്ട് 4 കാലിൽ ഒരു മാർക്കിൽ നിന്നും അടുത്ത മാർക്കിലേക്ക് നടന്ന് കാണിക്കാൻ തുടങ്ങി. അവസാനം എനിക്ക് മനസ്സിലായി ഈ ഡ്വാർഫായിരുന്നു ആ ഡോഗിനു വേണ്ടി സ്റ്റാൻഡിൻ ആയി പ്രവർത്തിച്ചിരുന്നതെന്ന്. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, സൂപ്പർ സ്റ്റാർസിന് വേണ്ടി അവരുടെ രൂപസാദൃശ്യമുള്ള ആരെങ്കിലുമാണ് ഈ സമയത്ത് ചെല്ലാറുള്ളതെന്ന്. അതുപോലെ ഈ ഡോഗിനു വേണ്ടി പെയ്ഡായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഈ ഡ്വാർഫ്. Every animal in a Hollywood film is well trained. It's not difficult to train a horse or a dog. But have you ever heard of trained ravens? Not just 1 or 2, but nearly 100 of them. ഹോളിവുഡിലെ ഓരോ മൃഗങ്ങളും നന്നായി ട്രെയിൻ ചെയ്തവയാണ്. ഒരു നായയെയോ ഹോഴ്സിനെയോ ഒന്നും ട്രെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രെയിൻ ചെയ്തിട്ടുള്ള റാവൻസിനെ കുറിച്ച്, അതായത് കാക്കകളെ കുറിച്ച്? 1 or 2 കാക്കകളെയല്ല, ഏകദേശം 100ഓളം വരുന്ന കാക്കകളെ.
Even this was made possible in Hollywood when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. ഇതുപോലും ഹോളിവുഡിൽ സാധ്യമാക്കിയിട്ടുണ്ട്. എപ്പോഴാണത്? സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സസ്പെൻസ് മൂവീസ് ഉണ്ടാക്കിയ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ. In the story, birds from all over the world start attacking humans. അദ്ദേഹത്തിൻ്റെ കഥയിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ പക്ഷികളും മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. Hitchcock needed a variety of birds, but what was required in the largest number was ravens. ഹിച്ച്കോക്കിന് വളരെ അധികം ബേർഡ്സിന് ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് റേവൺസിന് ആയിരുന്നു. Notices were placed in the press all over the United States asking people to contact the filmmaker if they knew how to get hold of trained ravens. അതിനുവേണ്ടി അദ്ദേഹം US-ലാകമാനം നോട്ടീസസ് പതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആർക്കെങ്കിലും ട്രെയിൻഡ് റാവൺസിന് കിട്ടുകയാണെങ്കിൽ ഈ ഫിലിം മേക്കറായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ സമീപിക്കണമെന്നാണ് നോട്ടീസിൽ ഉണ്ടായിരുന്നത്. Someone replied within a few days. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ മറുപടിയുമായി എത്തി. He was asked to bring his birds and he arrived with almost 100 trained ravens. അദ്ദേഹത്തോട് വരാൻ പറയുകയും അദ്ദേഹം വന്നപ്പോൾ ഏകദേശം 100 റേവൺസുമായിട്ടാണ് വരികയും ചെയ്തത്. Admittedly, their training had not gone very bad. അവയുടെ ട്രെയിനിങ് അത്ര മോശമായിരുന്നില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. That is to say, they could not do anything that might be seen as extraordinary. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? അതായത് അവയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു 50 കാക്കകളോട് നമ്മളൊരു പ്രത്യേക സ്പോട്ടിൽ ഇരിക്കാൻ പറയുന്ന സമയത്ത് അവയെല്ലാം ഒരേ സമയം അവിടെ പോയി ഇരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ല കാര്യമല്ലേ? ആ ട്രെയിനിങ്ങിനെ കുറിച്ച് അത് നല്ലൊരു മതിപ്പ് തന്നെയല്ലേ നമുക്ക് തരുന്നത്? Needless to say, in our own country, it's not at all easy to find trained animals. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. ബോംബെയിലും മദ്രാസിലുമൊക്കെ എലഫൻസിനെയും ഹോഴ്സസിനെയും ടൈഗേഴ്സിനെയും ഒക്കെ വെച്ചിട്ട് ചില സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് ട്രെയിൻഡ് ആനിമൽസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഈസിയായ കാര്യമേ അല്ല എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. Their performance did suggest that they were used to obeying commands. അവയുടെ പ്രകടനം കണ്ടാൽ തന്നെ അറിയാം അവ കമാൻഡ്സ് അനുസരിച്ച് ശീലിച്ചവയാണെന്ന്. In Bengal, it's sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. ബംഗാളിൽ പലപ്പോഴും നമുക്ക് ക്ലെവർ ആയിട്ടുള്ള ഡോഗ്സിനെ കണ്ടെത്താൻ കഴിയാറുണ്ട്. പ്രത്യേകിച്ച് പോലീസ് ഡോഗ്സ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് ഡോഗ്സിനെ കണ്ടെത്താൻ കഴിയാറുണ്ട്. If one is prepared to be patient, it's not altogether impossible to get good performances out of them, as we managed to do with Bhulo in Pather Panchali. വളരെ ക്ഷമയോടുകൂടി ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവയെ കൊണ്ട് വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമൊന്നുമല്ല. പാഥേർ പാഞ്ചലിയിൽ ഭൂലോയെ കൊണ്ട് ഞങ്ങൾ അഭിനയിപ്പിച്ചതുപോലെ. അതായത് വളരെ ക്ഷമയോടുകൂടി നിന്നതുകൊണ്ടാണ് ഭൂലോയ്ക്ക് അത്രയും നല്ല പ്രകടനം പാഥേർ പാഞ്ചലിയിൽ ചെയ്യാൻ കഴിഞ്ഞത്. 1955 പുറത്തിറങ്ങിയ ബംഗാളി മൂവി ആയിട്ടുള്ള പഥേർ പാഞ്ചലി സത്യജിത് റേയുടെ ആദ്യ സിനിമയും ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സ് നേടിയിട്ടുള്ളതുമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in a film? ഭൂലോയെ പോലുള്ള ഡോഗ്സിൻ്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അസാധ്യമാണെന്ന് പറയാൻ കഴിയില്ല. കൈകാര്യം ചെയ്യുക എന്നുള്ളത് അസാധ്യമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരാൾക്കൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു ടൈഗറിനെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? We had to deal with this problem too when we were shooting Gopi Gayeng Bhaga Bayen. In the film, Gopi, who is banished by the king, wanders in the forest, meets Bhaga, who is also been banished.
ഞങ്ങൾ ഗൂപ്പി ഗായേം ഭാഗാബായം എന്ന ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രോബ്ലവും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ രാജാവിനാൽ നാട് കടത്തപ്പെട്ട ഗൂപ്പി കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഭാഗയെ കണ്ടുമുട്ടുന്നു. ഭാഗയും ബാനിഷ്ഡ് ആണെന്ന് വെച്ചാൽ നാട് കടത്തപ്പെട്ടതാണ്. They see a tiger and freeze. അപ്പോൾ ഗൂപ്പിയും ഭാഗയും കാട്ടിലൂടെയാണല്ലോ പോകുന്നത്. അവരൊരു ടൈഗറിനെ കണ്ടിട്ട് അവിടെ മരവിച്ച് നിൽക്കുന്ന ഒരു സീൻ ഈ സിനിമയിലുണ്ട്. But the tiger simply walks about in the forest without paying them the slightest attention. പക്ഷേ ആ ടൈഗർ അവരെ അല്പം പോലും ശ്രദ്ധിക്കാതെ ഫോറസ്റ്റിലൂടെ നടന്നു പോവുകയാണ് ചെയ്തത്. സോ സത്യജിത് റേക്ക് ഒരു ടൈഗറിന്റെ ആവശ്യം വന്നു. അദ്ദേഹം ഇനി എന്താണ് ചെയ്തതെന്ന് നോക്കാം. Having thought of the scene, I simply had to shoot it. But where were we going to find a tiger? The obvious thing to do was to look in a circus since they were likely to have trained animals. ആ സീനിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ എവിടെ നിന്നാണ് ഒരു ടൈഗറിനെ കിട്ടുക? ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം ഒരു സർക്കസിൽ പോയി അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. കാരണം സർക്കസിൽ എപ്പോഴും ട്രെയിൻഡ് ആനിമൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding shows in Market Square. അതേ സമയത്ത് കൽക്കട്ടയിൽ ഭാരത് സർക്കസ് വിസിറ്റ് ചെയ്തിരുന്ന സമയമായിരുന്നു. മാർക്കറ്റ് സ്ക്വയറിൽ അവർ പ്രദർശനങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. ഞങ്ങളൊരാളെ അയച്ചിട്ട് ആ സർക്കസിൻ്റെ തമിഴ് മാനേജറായിട്ടുള്ള ആളുമായിട്ടൊരു അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം ഒരു ദിവസം രാവിലെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Thorat. സർക്കസ് മാനേജർ അവരെ വളരെ വാം ആയിക്കൊണ്ട് തന്നെ വെൽക്കം ചെയ്യുകയും അവർക്ക് വേണ്ടി സൗത്ത് ഇന്ത്യൻ കോഫി ഓർഡർ ചെയ്യുകയും എല്ലാം ചെയ്തു. ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മിസ്റ്റർ തൊറാട്ടിനു വേണ്ടി ആളെ അയച്ചു. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. മിസ്റ്റർ തൊറാട്ട് ആയിരുന്നു അവിടുത്തെ റിംഗ് മാസ്റ്റർ, അതായത് ആനിമൽസിന് ട്രെയിനിങ് ചെയ്യുന്ന ആൾ. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽറ്റ് വിത്ത് ഫീച്ചേഴ്സ് സം വോട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അയാളും ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം വളരെ വെൽ ബിൽറ്റ്, വളരെ നല്ല ബോഡിയുള്ള ആളായിരുന്നു. അയാളുടെ അപ്പിയറൻസ് കണ്ടാൽ ഒരു നേപ്പാളിയെ പോലെ തോന്നുമായിരുന്നു. He was perhaps no more than 40. He showed us an old scar on his forearm which had been caused by a tiger. അദ്ദേഹത്തിന് 40 വയസ്സിൽ കൂടുതൽ പ്രായമില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ കൈമുട്ടിന് താഴെയുള്ള ഭാഗത്തായിട്ട് ഒരു മുറിവിൻ്റെ അടയാളം കാണിച്ചു തന്നു. അതൊരു ടൈഗർ കാരണം ഉണ്ടായ മുറിവായിരുന്നു. അപ്പോൾ ഇനി മിസ്റ്റർ തൊറാട്ട് സത്യജിത് റേയുടെ ടീമിന് ആ ടൈഗറിനെ എത്തിച്ചു കൊടുത്തോ എന്നും ഗൂപ്പി ഗായേം ഭാഗാബായം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ആ ടൈഗറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നുവെന്നും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സത്യജിത് റേയുടെ പ്രൊഫൈൽ ഇവിടെ തന്നിട്ടുണ്ട്, അതുകൂടി നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. സത്യജിത് റേ 1921 to 1992 was an Indian filmmaker. Ray was drawn into independent filmmaking after meeting French filmmaker Jean Renoir and viewing Vittorio De Sica's Italian neo-realist 1948 film Bicycle Thieves. അദ്ദേഹം സ്വതന്ത്രമായി സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് ഫ്രഞ്ച് ഫിലിം മേക്കറായിട്ടുള്ള ജീൻ റിനോയറിനെ കണ്ടുമുട്ടുകയും അതുപോലെ ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റ്, അതായത് യാഥാസ്ഥിതിക രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ബൈസിക്കിൾ തീവ്സ് എന്ന വിറ്റോറിയോ ഡി സിക്കായുടെ സിനിമ കാണുകയും ചെയ്തതിനു ശേഷമാണ്. Ray directed 36 films including feature films, documentaries and short films. He was also a fiction writer, publisher, illustrator, calligrapher, music composer and film critic. He has also authored several short stories and novels. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വ ചിത്രങ്ങളും ഡോക്യുമെൻ്ററീസും ഫീച്ചർ ഫിലിംസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം 36 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ, പബ്ലിഷർ, ചിത്ര സംയോജകൻ, കൈയെഴുത്തു വിദഗ്ധൻ, മ്യൂസിക് കമ്പോസർ, അതുപോലെ നല്ലൊരു സിനിമ ക്രിട്ടിക് കൂടി ആയിരുന്നു. അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസും നോവൽസും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.